ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇങ്ങനെ ഭാഗം വെക്കണമെന്ന ആവശ്യം വന്നപ്പോൾ അനിയന്മാരെല്ലാവരും അർച്ചനയെ കുറ്റപ്പെടുത്തുകയാണ്. മുകുന്ദൻ പറയുന്നുണ്ട്, സ്വത്തിന്റെ കാര്യം വരുമ്പോൾ ചേച്ചി എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത്? നിങ്ങൾക്കാർക്കും ഒരു മാറ്റവുമില്ല. വക്കീലായതിനു ശേഷം ചേച്ചിക്കാണ് ഒരുപാട് മാറ്റങ്ങൾ വന്നതെന്ന് പറയുമ്പോൾ അർച്ചനയ്ക്ക് ദേഷ്യം വരികയാണ്. അർച്ചന എന്നിട്ട് മുകുന്ദനോട് പറയുന്നുണ്ട്, ഇനി ഒരു അക്ഷരം നീ എന്നോട് മിണ്ടിപ്പോകരുത്, മിണ്ടിയാൽ ഞാൻ നിന്നെ തല്ലും. നിങ്ങളെല്ലാവരും ഇപ്പൊ തന്നെ ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞ് അർച്ചന അവരെല്ലാവരും ആട്ടിവിടുകയാണ്. പിന്നീട് അവര് ദേഷ്യത്തോടെ തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട്. പുറത്തേക്ക് വരുന്ന അനന്തനോടും മുകുന്ദനോടും അച്ഛനോടും ചിന്നു ചോദിക്കുന്നുണ്ട്, അമ്മാവന്മാരെന്താണ് എന്റെ അമ്മയോട് ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത്? വീട്ടിൽ ഇതിനു മുന്നേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഇപ്പൊ പിന്നെ എന്താണ് ഇങ്ങനെ? ചിന്നു ചോദിക്കുമ്പോ അവര് പറയുന്നുണ്ട്, ഞങ്ങളാരും നിന്റെ അമ്മയെ ഒന്നും പറഞ്ഞിട്ടില്ല മോളെ, ഇതോർത്തൊന്നും വിഷമിക്കണ്ട, ഇതെല്ലാം മാറിക്കോളും എന്ന് അവര് പറയുമ്പോ ചിന്നു പറയുന്നുണ്ട്, എന്റെ അമ്മയെ ഇനിയും നിങ്ങൾ വേദനിപ്പിക്കരുത് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ ചിന്നു അവിടെ നിന്നും പോവുകയാണ്. പിന്നെ അങ്ങനെ പറഞ്ഞത് കേട്ട് അനന്തനും മുകുന്ദനും അച്ചുവിനും ഒരുപാട് സങ്കടാവുന്നുണ്ട്. ഇതിനുശേഷം അനന്തനും മുകുന്ദനും അച്ചുവും കൂടി മഞ്ജുവിനോടും രുക്കുവിനോടും രമ്യയോടും സംസാരിക്കുകയാണ്. നീ സ്വത്തിന്റെ കാര്യം ചേച്ചിയോട് സംസാരിക്കാൻ ഞങ്ങൾക്കാർക്കും സൗകര്യമില്ല. ചെയ്യാൻ ചേച്ചിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇനി ആരും ചേച്ചിയെ നിർബന്ധിക്കണ്ട. ഇതിനെക്കുറിച്ച് ഇവിടെ ഒരു സംസാരവും വേണ്ട. ആരും ചേച്ചിയുടെ മനസ്സ് വിഷമിപ്പിക്കണ്ട എന്ന് അനന്തനും മുകുന്ദനും അച്ചുവും പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് രുക്കു പറയുന്നുണ്ട്, അപ്പൊ പിന്നെ ഇതിന്റെ ഒന്ന് അവകാശം നിങ്ങൾക്കാർക്കും വേണ്ടേ ചോദിക്കുമ്പോ അനന്തൻ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങളോട് 3 പേരോടും ഞാനൊരു കാര്യം പറയാം. പാട്ടുവീട് ഭാഗം ചെയ്യാൻ ഞങ്ങളാരും ഉദ്ദേശിക്കുന്നില്ല. കാര്യത്തിൽ ചേച്ചിയുടെ തീരുമാനം തന്നെയാണ് ഞങ്ങളുടെയും തീരുമാനമെന്ന് അനന്തൻ പറയുമ്പോ കുനും മഞ്ജുവിനും രമ്യക്കും ആകെ ദേഷ്യം വരികയാണ്. മുകുന്ദൻ അപ്പൊ പറയുന്നുണ്ട്, അമ്പാട്ട് വീടിന്റെ ഭാഗം വേണ്ടവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാമെന്ന് പറയുമ്പോ എല്ലാവരും ആകെ ഷോക്കാവുകയാണ്. ചുനും അത് തന്നെ പറയാനുള്ളതെന്ന് പറയുമ്പോ രുക്കു പറയുന്നുണ്ട്, ആർക്കും ഇതിന് താല്പര്യമില്ലെങ്കിൽ ഞാൻ ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കാന്ന് പറഞ്ഞ് രുക്കു അവിടെ നിന്നും പോവുകയാണ്. ജൂം രമ്യയും അതേ നിലപാടിൽ തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് ജൂം ഇതിനെക്കുറിച്ച് ഇനി ആരും ഇവിടെ സംസാരിക്കണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റും പോവുകയാണ്. മുകുന്ദനും അനന്തനും എന്നിട്ട് സംസാരിക്കുന്നുണ്ട്, ഇയോട് ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു, ഇനി ചേച്ചിയെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കുക എന്ന് എനിക്കറിയില്ല എന്നൊക്കെ മുകുന്ദൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അപ്പോഴേക്കും അനന്തന്റെ ഫോണിലേക്ക് ഒരു അജ്ഞാതം വിളിക്കുന്നുണ്ട്, എനിക്ക് നിങ്ങളെ ഒന്ന് നാളെ കാണണം, അത്യാവശ്യമാണെന്ന് പറയുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ അനന്തനും മുകുന്ദനും അച്ചുവും കൂടി ആളെ കാണാനായി പോവുകയാണ്. അതൊരു വക്കീലാണ്. വക്കീൽ എന്നിട്ട് അവര് 3 പേരോട് ചോദിക്കുന്നുണ്ട്, അമ്പാട്ട് വീടിൽ സ്വത്ത് തർക്കത്തിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോ മുകുന്ദൻ പറയുന്നുണ്ട്, അവിടെ പ്രശ്നമൊന്നുമില്ലാന്ന്. അപ്പൊ ആ വക്കീല് പറയാണ്, പ്രശ്നമൊന്നും ഇല്ലാതെയാണോ അളക്കാൻ ആളെ കൊണ്ടുവന്നത് നിങ്ങൾ? ഞാൻ നിങ്ങളുടെ മുത്തശ്ശന്റെ ഒരു സുഹൃത്താണ്. നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം ഭാഗം ചെയ്യാൻ അർച്ചന സമ്മതിച്ചോ? വക്കീല് ചോദിക്കുമ്പോ മുകുന്ദൻ പറയുന്നുണ്ട്, ചേച്ചി ആദ്യം സമ്മതിച്ചു, പിന്നെ അത് വേണ്ടെന്ന് വെച്ചു എന്ന് പറയാണ്. എന്താണ് അമ്പാട്ട് വീട്ടിലെ സ്വത്തുക്കൾ ഭാഗം ചെയ്യുന്നത് അർച്ചന തടഞ്ഞതെന്ന് കാരണം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആ കാരണം പറയാം. പാട്ടുവീട് ഒരിക്കലും ഭാഗം വെക്കാൻ സാധ്യമല്ല. അർച്ചനയുടെ വാക്ക് കേൾക്കാതെ ചന്ദ്രലേഖയുടെ വാക്ക് കേട്ടുകൊണ്ട് നിങ്ങൾ ഭാഗം വെക്കാൻ തീരുമാനിക്കാൻ പാടില്ലായിരുന്നു. ഇനിയും സ്വത്തുക്കൾ ഭാഗം ചെയ്യാൻ നിങ്ങളെ ആരെങ്കിലും ബുദ്ധി ഉപദേശിക്കും. പക്ഷെ ആ മണ്ടത്തരം ഇനിയും നിങ്ങൾ കാണിക്കരുത്. വക്കീല് പറയുമ്പോ അച്ചു ചോദിക്കുന്നുണ്ട്, ഇനി ഒരിക്കലും ഭാഗം വെക്കാൻ പറ്റില്ലേ? ഭാഗം വെക്കാൻ പറ്റാത്ത സ്വത്തുക്കളാണോ അത് എന്ന് ചോദിക്കുമ്പോ വക്കീല് പറയുന്നുണ്ട്, 10 വർഷങ്ങൾക്ക് മുമ്പ് ഭാഗം വെച്ചു പോയ ആ വീടും സ്ഥലവും ഇയും ഭാഗം വെക്കാൻ സാധ്യമല്ലെന്ന് പറയുമ്പോ നന്ദനും മുകുന്ദനും അച്ചുവും ഒരുപോലെ തന്നെ ഷോക്കാവുകയാണ്. നിലവിൽ ആ സ്വത്ത് ഭാഗം ചെയ്യാൻ അതിന്റെ യഥാർത്ഥ അവകാശികൾക്ക് മാത്രമേ സാധിക്കൂ. വക്കീല് പറയുമ്പോ അതിന്റെ യഥാർത്ഥ അവകാശികൾ ആരാണ്? ചേച്ചിയും ചിന്നുവും ആണോ എന്ന് അനന്തൻ ചോദിക്കുകയാണ്. വക്കീലപ്പ പറയുന്നുണ്ട്, അവര് 2 പേരുമല്ല, ഇതാണ് അമ്പാട്ട് വീടിലെ സ്വത്തുക്കളുടെ ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് വക്കീല് ഒരു ഫയൽ എടുത്ത് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് പ്രകാരം ഇതിന്റെ അവകാശികൾ 3 പേരാണ്. അനന്തൻ, മുകുന്ദൻ, അച്ചു ഇവരാണെന്ന് പറയുമ്പോ ഒരു 3 പേരും ആകെ ഷോക്കാവുകയാണ്. വക്കീല് പറയുന്നുണ്ട്, നിങ്ങൾ മാത്രമാണ് അമ്പാട്ട് വീടിന്റെ അവകാശികൾ. 10 വർഷം മുമ്പേ അർച്ചന മാത്രമായിരുന്നു ഇതിന്റെ എല്ലാം അവകാശി. പിന്നീട് എല്ലാ സ്വത്തുക്കളും അവരവരുടെ സഹോദരന്മാരുടെ പേരിലേക്ക് മാറ്റി. ഇപ്പോൾ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ പോകാനുള്ള അവകാശം മാത്രമേ അർച്ചനയ്ക്കും മകൾക്കും ആ വീട്ടിലുള്ളൂ. ഇതാണ് കൂടപ്പിറപ്പുകളുടെ ഭാവിയെക്കുറിച്ച് മനസ്സിലാക്കിയ അർച്ചനയുടെ ആ വലിയ മനസ്സാണ് നിങ്ങളാരും കാണാതെ പോയത്. നിങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്. ചേച്ചിയുടെ കാല് കഴുകി ആ വെള്ളം കുടിച്ചാൽ പോലും നിങ്ങളുടെ പാപം തീരില്ല. എല്ലാം നിങ്ങളെ ഏൽപ്പിക്കാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. ഇത് നിങ്ങളെ ഏൽപ്പിക്കാനായി എന്നോട് പറഞ്ഞു, അത്രേ ഞാൻ ചെയ്തുള്ളൂ എന്ന് വക്കീല് പറയുമ്പോ അനന്തൻ അത് വാങ്ങിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇത് ഞങ്ങൾക്ക് വേണ്ട സാർ, ഇതിൽ ഞങ്ങളുടെ ചേച്ചിയുടെ കണ്ണീരുണ്ട്, തൊട്ടാൽ ഞങ്ങളുടെ കൈ വരെ പൊള്ളും, ഞങ്ങൾക്ക് വേണ്ട, ഇവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് അനന്തൻ തിരിച്ചു കൊടുക്കുകയാണ്. മുകുന്ദനും അച്ചുവിനും അനന്തന്റെ അതേ അഭിപ്രായം തന്നെയാണ്. പിന്നീട്
പിന്നീട് അവര് 3 പേരും ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അർച്ചനയാണെങ്കിൽ അനിയന്മാരുടെ ഈ മാറ്റം കണ്ട് ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അനന്തനും മുകുന്ദനും അച്ചുവും കൂടി വരുന്നത്. ചേച്ചിയുടെ ആ ഇരുത്തം കണ്ട് അവർക്ക് 3 പേർക്കും ഒരുപോലെ തന്നെ സങ്കടാവുന്നുണ്ട്. പിന്നീട് അർച്ചനയോട് പറഞ്ഞതിനെല്ലാം 3 പേരും ക്ഷമ ചോദിക്കുകയാണ്. ഞങ്ങൾ ഭാസ്കരൻ വക്കീലിനെ കാണാൻ പോയി എന്നും സത്യങ്ങളെല്ലാം അറിഞ്ഞുവെന്നും അവര് പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, എന്റെ വാക്കുകൾ നിങ്ങൾക്ക് വിശ്വാസമായില്ല, അതല്ലേ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ വക്കീല് വേണ്ടി വന്നു അല്ലേ എന്ന് അർച്ചന പറയുമ്പോ ഒരു 3 പേരും അർച്ചനയോട് ക്ഷമ ചോദിച്ച് അർച്ചനയുടെ കാലിൽ വീഴുകയാണ്. എന്നാൽ അർച്ചന അവിടെ നിന്നും മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ഉള്ളതും സങ്കടാവുന്നുണ്ട്. പിന്നീട് മുകുന്ദൻ അർച്ചനയോട് പറയുന്നുണ്ട്, എല്ലാ സ്വത്തുക്കളും ഞങ്ങളുടെ പേരിൽ എഴുതി വെച്ച് പിന്നെ ചേച്ചി എങ്ങോട്ട് പോവും ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട്, ഇതെല്ലാം ഇന്നലെയോ ഇന്നല്ല ഞാൻ എഴുതി വെച്ചത്, 10 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇതെല്ലാം തീരുമാനിച്ചതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ മഴയുള്ള രാത്രി എന്ന് പറഞ്ഞുകൊണ്ട് ജയശങ്കർ അർച്ചനയെയും ചിന്നുവിനെയും അനിയന്മാരെയും ആ വീട്ടിൽ നിന്നും പുറത്താക്കിയ ആ രാത്രിയെ കുറിച്ച് പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചതാണ്, എന്റെ കൂടപ്പിറപ്പുകളെ ഇവിടെ വന്ന് ആരും ഇറക്കി വിടരുതെന്ന്. ഞാൻ കൈവിട്ടു പോയാലും എനിക്കും എന്റെ മോൾക്കും നിങ്ങൾ എന്നും നിഴലായി കൂടെ തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നിങ്ങൾ പഴയതൊന്നും ഓർത്തില്ലല്ലോ മക്കളെ. വിജയശങ്കർ മറ്റൊരു വിവാഹം ചെയ്തപ്പോൾ എനിക്കും ആകായിരുന്നു മറ്റൊരു വിവാഹം. പക്ഷേ ഞാൻ എന്റെ ജീവിതം മാറ്റിവെച്ചത് നിങ്ങൾക്കും എന്റെ മോൾക്കും വേണ്ടിയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യമാർക്കും അതൊരു അടിമത്തമായി തോന്നിയിട്ടുണ്ടെങ്കിൽ പക്ഷേ എനിക്കത് നിങ്ങളെ കുറിച്ചുള്ള അങ്കലപ്പായിരുന്നു. കിളിയെ പോലെ നിങ്ങളെ ഞാൻ ചേർത്തു പിടിച്ച് നടന്നത് ഒരു തടവറയിലിടാനല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് എനിക്ക് പേടിയായിരുന്നു. ഞാൻ നടന്ന വഴികളിൽ കൂടെ നിങ്ങൾ നടക്കരുതെന്നായിരുന്നു എന്റെ പ്രാർത്ഥന. ഞാൻ അനുഭവിച്ച ചൂടും വേദനയൊന്നും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ അങ്ങനെയെല്ലാം നോക്കി വളർത്തിയത്. ഇതെല്ലാം ഞാൻ എന്തിനു ചെയ്തു എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷെ അതിനൊരു ഉത്തരം എന്റെ കയ്യിലില്ല എന്നൊക്കെ പറഞ്ഞ് അർച്ചന ആകെ സങ്കടപ്പെട്ടുകൊണ്ട് കരയാണ്. ഇത് കേട്ട് അനന്തനും മുകുന്ദനും അച്ചുവും പറയുന്നുണ്ട്, ചേച്ചി ഞങ്ങളുടെ പേരിൽ എഴുതി തന്ന സ്വത്തുക്കളൊന്നും ഞങ്ങൾക്ക് വേണ്ട, എല്ലാം ചേച്ചി തന്നെ തിരിച്ചെടുത്തോ എന്ന് പറയാണ്. ഇത് കേട്ട് അർച്ചന അങ്ങനെ അവരെ നോക്കി വിഷമിച്ച് നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.